ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലം, ചേലക്കര നിയമസഭാ മണ്ഡലം എന്നിവിടങ്ങളിൽ വോട്ടെടുപ്പ് അവസാനിച്ചു. 6 മണി കഴിഞ്ഞും ചില ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തിയവരുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഇരു മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ദേശീയ രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം പോളിംഗ് 64% കടന്നു. 16 സ്ഥാനാർത്ഥികളാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 6 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന ചേലക്കര മണ്ഡലത്തിൽ പോളിംഗ് സമയം അവസാനിച്ചിട്ടും ഏതാനും ബൂത്തുകളിൽ വോട്ട് ചെയ്യാനായി ആളുകൾ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ചേലക്കരയിൽ 72%-ലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ താരപ്രചാരകരെ എത്തിച്ച് ചൂടേറിയ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികൾ. ഈ മാസം 18-നാണ് പാലക്കാട് കൊട്ടിക്കലാശം. ഉപതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് ഈ മാസം 20-ന് നിയമസഭാ മണ്ഡല പരിധിയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഝാർഖണ്ഡിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 66%-ഓളം പേർ വോട്ട് ചെയ്തു. 43 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. അതേസമയം ഝാർഖണ്ഡിൽ 2ാംഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ഊർജിതമായി തുടരുകയാണ്. മഹാരാഷ്ട്രയിലും വോട്ടെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ പ്രമുഖ മുന്നണികൾ പ്രചാരണം ശക്തമാക്കി. ഈ മാസം 20-നാണ് രണ്ടിടങ്ങളിലും വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 രാജ്യം ജൻജാതീയ ഗൌരവ് ദിവസമായി ആഘോഷിക്കുന്നു. ദിനാഘോഷം ബീഹാറിൽ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തുടനീളമുള്ള വിവിധ ജില്ലകളിലെ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. സംസ്ഥാനതല ആഘോഷങ്ങളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ കുമളി ഗ്രാമപഞ്ചായത്തിലും കാസർഗോഡ് മാവിനക്കട്ട ഗ്രാമത്തിലും പരിപാടികൾ സംഘടിപ്പിക്കും. സിഐഎസ്എഫിന്റെ ആദ്യ സമ്പൂർണ്ണ വനിതാ ബറ്റാലിയന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്ന നിർണായക ദൌത്യത്തിൽ പങ്കാളികളാകാനുള്ള കൂടുതൽ സ്ത്രീകളുടെ ആഗ്രഹം ഈ തീരുമാനത്തിലൂടെ നിറവേറ്റപ്പെടുമെന്നും ശ്രീ അമിത്ഷാ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. തിരുവനന്തപുരത്ത് നാളെ നടക്കുന്ന സംസ്ഥാനതല ശിശുദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിശുദിന സന്ദേശം നൽകും. ഈ വർഷത്തെ ശിശുദിന സ്റ്റാമ്പ് ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ചടങ്ങിന് മുന്നോടിയായി വർണ്ണാഭമായ ശിശുദിന റാലിയും നടക്കും. ജില്ലകളിലും നാളെ ശിശുദിനാഘോഷവും റാലിയും സംഘടിപ്പിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ വസ്ത്രവ്യാപാര മേളയ്ക്ക് ദുബായിൽ തുടക്കമായി. യുഎഇയിലെ ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാൻഡ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ നടക്കുന്ന മേളയിൽ 150-ലധികം ഇന്ത്യൻ ബ്രാൻഡുകളുടെ വസ്ത്രങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന മേള നാളെ സമാപിക്കും. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ 1000 ലക്ഷം ടൺ ഭക്ഷ്യധാന്യം രാജ്യത്തെമ്പാടും വിതരണം ചെയ്യാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് സാധിച്ചതായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്ര. 15ാമത് അഖിലേന്ത്യാ ഇന്റർ സോണൽ സാംസ്കാരിക മത്സരം കോവളം ആർട്സ് ആന്റ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് നാളെ തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചി കളമശ്ശേരിയിൽ വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം മുഖ്യമന്ത്രി മറ്റന്നാൾ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 വരെ നഗരത്തിലെ 5 വേദികളിലായി നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള 5000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഈ വർഷത്തെ ലോകായുക്ത ദിനാഘോഷം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ സമുച്ചയത്തിലെ ബാങ്ക്വറ്റ് ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ ലോകായുക്ത ജസ്റ്റിസ് എൻ അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരക്കടലിൽ കൃത്രിമ പാര് സ്ഥാപിച്ച പ്രദേശങ്ങളിൽ കടലിൽ മത്സ്യവിത്ത് നിക്ഷേപിക്കൽ പദ്ധതിക്ക് തുടക്കം. വിഴിഞ്ഞം നോർത്ത് ഹാർബറിൽ രാവിലെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഫിഷറീസ് വികസന ബോർഡ് വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 3ാം ട്വന്റി ക്രിക്കറ്റ് മത്സരം ദക്ഷിണാഫ്രിക്കയിലെ സെഞ്ചൂറിയനിൽ പുരോഗമിക്കുന്നു. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. 4 മത്സരങ്ങളുടെ പരമ്പര 1-1 സമനിലയിലാണ്. വെള്ളിയാഴ്ച ജോഹന്നസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിലാണ് അവസാന മത്സരം. കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ പുതിയ ടോൾ ഫ്രീ നമ്പർ സേവനം തുടങ്ങി. 180089088281 എന്ന നമ്പറിൽ 24 മണിക്കൂറും സൌജന്യ സേവനം ലഭിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.